ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പാകിസ്ഥാന്റെ കാര്യം നമുക്കറിയാം. കടുത്ത ദാരിദ്ര്യം, സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അങ്ങേയറ്റം പട്ടിണിയിലും അന്ധകാരത്തിലുമാണ് പാകിസ്ഥാൻ ഇന്ന്. എന്നാലും താലിബാനുകളുമായിട്ട് ചേർന്ന് ഇപ്പോൾ കാണിച്ചു കൂട്ടുന്നതൊക്കെ കണ്ടില്ലേ? അഫ്ഗാനും പാക്കുകളും തമ്മിൽ കടുത്ത പോരാട്ടത്തിലാണ് ഇപ്പോഴും. ബംഗ്ലകളെയും കൂടെ കൂട്ടുപിടിച്ച് ചൈനക്കാരെയും കൂട്ടുപിടിച്ചിട്ട് ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു നോക്കിയ ഒരു പട്ടിണിയും പരിവട്ടവും അന്ധകാരവും എല്ലാം മറന്നിട്ട് ഇന്ത്യക്കെതിരെ ഒരു പടം വരുന്നു. അത് പാകിസ്ഥാന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന സ്വഭാവ ഗുണമാണ്. പെട്ടെന്നൊന്നും അത് മാറിയാൽ കിട്ടത്തില്ല. എന്നിട്ട് ചാവാൻ പോയാലോ ഇങ്ങോട്ട് തെണ്ടാനും മടിക്കത്തില്ല. ഇന്ത്യ ആണെങ്കിലോ ആർഷഭാരത സംസ്കാരം, ലോകമേ തറവാട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും അവർക്ക് കൊടുക്കാൻ തയ്യാറാകുകയും ചെയ്യും. അപ്പോഴും നരേന്ദ്രമോദി പറയും സഹായിക്കാൻ കേട്ടോ, നിങ്ങളെ വിശ്വസിക്കത്തില്ല. അതിനകത്ത് തന്നെയുണ്ട് അവരുടെ അടിസ്ഥാന സ്വഭാവം. എന്താണ് ചിലരങ്ങനെ നമ്മളുടെ കയ്യിൽ നിന്ന് സഹായം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ ഏരിയയിൽ തിരിഞ്ഞു നോക്കത്തില്ല. അവർക്ക് സഹായം മാത്രം മതി, അവർക്ക് കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞു. പിന്നീട് തിരിച്ചു ചോദിക്കുമ്പോഴായിരിക്കും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹം. ഇന്ത്യയുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത് ഇന്ത്യക്കറിയാം. ഭീമമായ കടബാധ്യത ഇപ്പോൾ തന്നെ പാകിസ്ഥാനുണ്ട്. ഇനി ആരും കടം കൊടുക്കത്തുമില്ല. കാരണം അങ്ങോട്ട് കൊടുത്താൽ തിരിച്ചിങ്ങോട്ട് കിട്ടണ്ടേ, എന്നാലല്ലേ ഇനിയും കൊടുക്കാൻ തയ്യാറാകത്തുള്ളൂ. ആരായിരുന്നാലും ഒരു പൂകൃഷിയാകരുതല്ലോ. ഏത് കാര്യവും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപാടുകൾ കൃത്യമായിരുന്നാൽ തുടർന്നും അത് തന്നെ സംഭവിക്കും. അതിജീവനത്തിന് വേണ്ടി ചൈന, സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വായ്പ എടുക്കാറാണ് പതിവ്. എന്നാൽ ഈ കടം തിരിച്ചടയ്ക്കാൻ പാകിസ്ഥാന് കഴിയാറില്ല. ഇപ്പോഴിതാ അന്താരാഷ്ട്ര നാണയ നിധി പാകിസ്ഥാന്റെ സാമ്പത്തിക വളർച്ചയെ 3% താഴ്ത്തിയിരിക്കുകയാണ്. 3.5% മുമ്പ്. പാകിസ്ഥാന്റെ നിലവിലെ സാമ്പത്തിക അവസ്ഥ കണക്കിലെടുത്തിട്ടാണ് ഈ തീരുമാനം. അതേസമയം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 6.5% കണക്കാക്കുകയാണ്. IMF ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യക്ക് ശക്തമായ സാമ്പത്തിക വളർച്ചയുണ്ട് എന്നാണ് വിലയിരുത്തൽ. 2025-ലും 2026-ലും ഇന്ത്യയുടെ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 6.5% എന്നാണ് ഈ IMF പ്രവചിക്കുന്നത്. ലോക ബാങ്ക് ഇത് 6.7% കണക്കാക്കുന്നത്. ഇന്ത്യക്ക് വരും വർഷങ്ങളിൽ വലിയ സാമ്പത്തിക വളർച്ച ഉണ്ടാകുമെന്നാണ് IMF പ്രതീക്ഷിക്കുന്നത്. ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചറിന്റെ വളർച്ച, നികുതി പരിഷ്കരണങ്ങൾ, ഇതൊക്കെ ഉൾപ്പെടെ സേവന നിർമ്മാണ മേഖലകളിൽ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ട് മോദി സർക്കാർ കൊണ്ടുവരുന്ന പുത്തൻ സംരംഭങ്ങളാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നത്. പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിതി ആശങ്കാജനകമാണ് എന്നാണ് IMFും ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കും പറയുന്നത്. 2026-ൽ പാകിസ്ഥാന്റെ GDP വളർച്ചാ നിരക്ക് 4% തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രീയ അനിശ്ചിതത്വം, സാമ്പത്തിക അസ്ഥിരത, കാര്യക്ഷമമില്ലാത്ത വ്യാവസായിക പ്രവർത്തനങ്ങൾ, ഇതൊക്കെയാണ് പാകിസ്ഥാന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ പ്രധാനപ്പെട്ട കാരണം. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ജാസ്തിയാലുള്ളത് തൂത്താ മാറുമോന്ന്. ജന്മനാ ചില ആളുകൾക്ക് ചില സ്വഭാവ ഗുണങ്ങൾ കിട്ടും, അത് പെട്ടെന്നൊന്നും മാറത്തില്ല. എത്ര പഠനം കിട്ടിയാലും ചില ആളുകൾ ഒന്നും ഒട്ട് പഠിക്കാനും പോകുന്നില്ല. ഞാൻ അങ്ങനെ ഒരാൾക്ക് കടം കൊടുത്തു, തിരിച്ചടി കിട്ടി, പഠിക്കണ്ടേ? ഇല്ല. ഇനിയും ആരെങ്കിലും വന്ന് ചോദിച്ചാൽ അവിടെയും പോയി വീഴും. അപ്പോഴും ഇല്ലാത്തൊരു മനുഷ്യത്വത്തിൻ്റെ കഥ എൻ്റെ മനസ്സിലേക്ക് വരും. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ജീവിച്ചാലാ. അപ്പം നമ്മൾ മറ്റുള്ളവർക്കൊരു 10 രൂപ കടം കൊടുക്കുന്നതിലേക്ക് വളർന്നെങ്കിൽ അതിൽ അഹങ്കരിക്കാൻ പാടില്ല. ശരി, തൽക്കാലം അവരുടെ ആവശ്യം നടക്കട്ടെ, എവിടെന്നെങ്കിലും കടം വാങ്ങിച്ചോ, പണയം വെച്ചോ, വിറ്റോ, പലിശക്കെടുത്തോ, എങ്ങനെ തന്നെ ആയിരുന്നാലും ശരി, തൽക്കാലം അവരുടെ കാര്യം സ്വന്തം കാര്യം പോലെ ഏറ്റെടുത്തിട്ട് അങ്ങ് നടത്തും. പിന്നീട് അവരുടെ വായിരിക്കുന്നത് മൊത്തം കിട്ടുകഴിയുമ്പോഴാണ് മതിയാകുന്നത്. എന്നാൽ അടുത്ത തവണ അതിനകത്ത് വീഴാതിരിക്കും, അപ്പോഴും വീഴും. ഇന്ത്യ അതുപോലെ തന്നെയാണ്. എത്ര തന്നെ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യക്ക് തിരിച്ചടി കിട്ടിയാലും ഇന്ത്യ പിന്നെയും ഇന്ത്യ അവരെ സഹായിച്ചുകൊണ്ടേയിരിക്കും. ശീതകാലത്ത് പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം തടയുന്നതിന് വേണ്ടി പഴുതടച്ച സുരക്ഷയുമായിട്ട് ഇന്ത്യൻ സൈന്യം മുന്നോട്ട് വന്നു. ഇതിനുവേണ്ടി അതിർത്തി രക്ഷാസേന അഥവാ BSF 2 ബറ്റാലിയൻ സേനയെ കൂടി ജമ്മുവിൽ വിന്യസിപ്പിച്ചു. ഈ പാകിസ്ഥാൻ ജമ്മു കാശ്മീരിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ തടയുന്നതിന് വേണ്ടി, അതിർത്തിയിൽ പാകിസ്ഥാനികൾ ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ, അക്രമങ്ങൾ, ഇതിനൊക്കെ വേണ്ടിയിട്ട് കോടികളാണ് ഇന്ത്യ ഓരോ വർഷവും ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. 2ാം സുരക്ഷാ കവചം എന്ന നിലയിൽ 2000 സൈനികരെയാണ് വിന്യസിപ്പിച്ചത് എന്ന് സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. പാകിസ്ഥാനുമായിട്ടുള്ള അന്താരാഷ്ട്ര അതിർത്തിയിലാണ് സേന വിന്യസിപ്പിച്ചിരിക്കുന്നത്. ജമ്മു, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലെ 2289 കിലോമീറ്റർ അതിർത്തിയിലാണ് BSF കാവൽ നിൽക്കുന്നത്. അതിൽ 485 കിലോമീറ്ററാണ് ജമ്മു മേഖലയിലുള്ളത്. നേരത്തെ മാവോയിസ്റ്റുകളെ നേരിടുന്നതിന് വേണ്ടി ഒഡീഷയിൽ വിന്യസിപ്പിച്ചിരുന്ന 2 ബറ്റാലിയൻ സൈനികരെ BSF പിൻവലിച്ചു. ഈ സൈനികരെയാണ് ജമ്മുവിൽ പുനർവിന്യസിപ്പിച്ചിരിക്കുന്നത്.
ജമ്മു കാശ്മീരിലെ പഞ്ചാബ് അതിർത്തിയിലുള്ള സാംബ മേഖലയിലാണ് സൈനികരെ വിന്യസിപ്പിച്ചിരിക്കുന്നത് എന്നാണ് സുരക്ഷാ വൃത്തങ്ങൾ പറഞ്ഞത്. അതേസമയം ഇന്ത്യൻ സൈന്യം ജമ്മു കാശ്മീർ പോലീസുമായി സഹകരിച്ച തീവ്രവാദ ഭീഷണികൾക്കെതിരെ പ്രാദേശിക സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് വില്ലേജ് ഡിഫൻസ് ഗാർഡുകളെ പരിശീലിപ്പിക്കുന്നതിനൊക്കെയുള്ളൊരു പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രദേശത്തിന്റെ മൊത്തത്തിലുള്ള സുരക്ഷ ശക്തിപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഗ്രാമങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വൈദഗ്ധ്യം സിവിലിയന്മാരെ സജ്ജമാക്കുകയാണ് ഈ പരിപാടി ലക്ഷ്യമിടുന്നത്. രാജ്യം മുഴുവനും പട്ടിണിയും പരിവട്ടവുമായി സാമ്പത്തിക ഉന്നതിയിലേക്ക് കയറാൻ സാധിക്കാത്ത പരാജയത്തിന്റെ കയ്പുനീര് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇന്ത്യയെ ആക്രമിക്കുന്നതിന്, ഇന്ത്യയുടെ അതിർത്തിയിൽ ബഹളമുണ്ടാക്കുന്നതിന്, പ്രശ്നമുണ്ടാക്കുന്നത് കൊണ്ട് അതിന് പണി ഇഷ്ടം പോലെ വാങ്ങിച്ചു കൂട്ടുന്നതിൽ വല്ല കുറവുമുണ്ടോ ഈ കൂട്ടങ്ങൾക്ക്? ഓട്ടോമാറ്റിക് റൈഫിളുകളും സ്ക്വാഡ് പോസ്റ്റ് ഡ്രില്ലുകളും ചെറിയ യന്ത്രങ്ങൾ ഇതൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നതിൽ ഏകദേശം 600 പേര് തീവ്ര പരിശീലനത്തിലാണ് ഇപ്പോഴും ഇന്ത്യൻ അതിർത്തിയിൽ ഇന്ത്യക്കാർ. പരിശീലന സെഷനുകൾ ഗ്രാമങ്ങൾക്ക് സമീപമാണ് നടത്തുന്നത്. പങ്കെടുക്കുന്നവർക്ക് അവരുടെ കഴിവുകൾ യഥാർത്ഥ സാഹചര്യങ്ങളിൽ വേഗത്തിൽ ഉപയോഗിക്കാൻ അനുവദിക്കുന്നു. ഓരോ VDG യൂണിറ്റിനും കുറഞ്ഞത് 3 ദിവസത്തെ ഘടനാപരമായ പരിശീലനം ലഭിക്കുന്നുണ്ട്. സരോളിലെ കോപ്സ് ബാറ്റില് സ്കൂളിൽ നിന്നുള്ള ഇൻസ്ട്രക്ടർമാരുടെയും വിഭവങ്ങളുടെയും ഒക്കെ പിന്തുണയോടെ ഇന്ത്യൻ ആർമി രൂപീകരണങ്ങളാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്. ജമ്മു കാശ്മീർ പോലീസിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് ഈ പരിപാടി ആരംഭിച്ചത്. ഇതിനോടകം രജൌരിയിൽ 500ഓളം വ്യക്തികൾക്കും അതുപോലെ ദോഡയിലും കിഷ്ത്വാറിലും 85 മുതൽ 90 പേർക്ക് വരെ പരിശീലനം ലഭിച്ചിട്ടുള്ളതൊക്കെ പാക്കികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ തടയിടുന്നതിന് വേണ്ടിയാണ്. നമുക്ക് അറിയാം, പാല് കൊടുത്ത കൈക്ക് കൊത്തുന്ന ഒരു രീതിയാണ് ഇവർക്കുള്ളത്. അവരിത് ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന സ്വഭാവമാണ് ചതിയും വഞ്ചനയും. ആരുടെ കയ്യിൽ നിന്നാണോ ഉപകാരം സ്വീകരിക്കുന്നത് അവരുടെ ആ കൈ തന്നെ എടുത്തു കളയുന്ന ഒരു രീതി ഇവർക്കുള്ളതാണ്. ഇപ്പം ബംഗ്ലാദേശിന്റെ വിമോചന കാലത്ത് നമുക്കറിയാം 30 ലക്ഷത്തോളം കൊലപാതകങ്ങൾക്കാണ് പിന്തുണ കിട്ടിയിരിക്കുന്നത് ഇവർക്ക്. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഇവർ നാശം വിതച്ചുകൊണ്ടിരുന്നു. കാശ്മീരിലെ കുത്തിത്തിരിപ്പുകൾ ഇന്ന് കുറവുണ്ടോ? ഇപ്പോഴും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടകൾ അതിന്റെ ആസൂത്രകരാരാ? ആയുധമെടുക്കാതെ തന്നെ ആശയം കൊണ്ട് ഇന്ത്യയിലെ യുദ്ധം ചെയ്യുമ്പോൾ ബംഗ്ലാദേശിൽ ആയുധമെടുത്ത് യുദ്ധം ചെയ്യുന്നു ആരാ? ജമാഅത്തെ ഇസ്ലാമി. ഇവരുടെ ലക്ഷ്യം എന്താ? ഇസ്ലാമിക ഭരണം. പട്ടിണിയാണെങ്കിലും പരിവട്ടമാണെങ്കിലും ശരി, മതതീവ്രവാദത്തിനും ഭീകരവാദത്തിനും ഇന്ത്യ വിരുദ്ധതയ്ക്കും 1 ഇഞ്ച് പോലും ഇവര് പിന്നോട്ടില്ല. ഇപ്പൊ മനസ്സിലായോ? എപ്പോഴും പാകിസ്ഥാന്റെ ലക്ഷ്യം ഇന്ത്യയെ തകർക്കുക 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 എന്നാണ്. സ്വന്തം രാജ്യത്തെ വളർത്തുക എന്നൊരു ഉദ്ദേശമില്ല ചില ആളുകൾ. അങ്ങനെ അവരെ എനിക്കില്ലാതാക്കണം അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതോറും നമ്മുടെ മനസ്സിൽ മൊത്തം നെഗറ്റീവ് ആശയങ്ങൾ നിറയും. പിന്നീട് എങ്ങനെയാ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുക? നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിലേക്ക് നമുക്ക് എങ്ങനെയാ പോകാൻ പറ്റുക? നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിനെ കുറിച്ചും പുരോഗതിയെക്കുറിച്ചും വളർച്ചയ്ക്കും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമുക്ക് കഴിയണ്ടേ? നമ്മളെപ്പോഴും അപരന്റെ നാശത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. അപരന്റെ തകർച്ചയ്ക്ക് വേണ്ടി നമ്മൾ അഹോരാത്രം പണിയെടുക്കുന്നു. അവൻ തകരുന്നു, വളരുന്നു. നമ്മൾ തകർക്കാൻ ശ്രമിക്കുന്നു, അവൻ വളർന്നുകൊണ്ടിരിക്കുമായിരിക്കും. അത് വേറെ. നമ്മൾ വളരുമോ? അതുമില്ല. ഇത് തന്നെയാണ് പാകിസ്ഥാൻ മോഡൽ. നന്ദി.